നമസ്കാരം. നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പുതിയ ഭരണഘടന വളരെ പ്രാവർത്തികമായതും വഴക്കമുള്ളതും അതുപോലെ തന്നെ ശക്തിയുള്ളതും ആണ് എന്നാണ്. അതായത് യുദ്ധത്തിലും സമാധാനത്തിലും നമ്മുടെ മഹാരാജ്യത്തെ ചേർത്ത് പിടിക്കാൻ നമ്മളെയൊക്കെ ഒറ്റക്കെട്ടായി നിർത്താൻ തക്ക പ്രാപ്തിയുള്ള ഒന്നാണ് നമ്മുടെ ഭരണഘടന എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കൂട്ടിച്ചേർത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഭരണഘടനയ്ക്ക് കീഴിൽ ഉണ്ടാവുകയാണ് എങ്കിൽ അത് ഭരണഘടനയുടെ കുഴപ്പം കൊണ്ടായിരിക്കില്ല, മറിച്ച് അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ നീചന്മാർ ആയതുകൊണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭസ്മാസുരന് വരം കൊടുത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഭരണഘടന ഇന്ന് നിലനിൽക്കുന്നത്. അതിൽ പറയുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം ആയിരിക്കും എന്നാണ്. അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ നാം കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുകയാണ് എങ്കിൽ നമുക്കറിയാൻ സാധിക്കും, നമ്മുടെ ഭരണഘടനയുടെ മുകളിൽ മറ്റൊരു ശക്തി കയറി ഇരിപ്പുണ്ട്. ആ ശക്തിയുടെ ഓമന പേരാണ് സുപ്രീം കോടതി കൊളീജിയം. ഈ കൊളീജിയം സംവിധാനം താമസം വിന നമ്മുടെ രാജ്യത്തെ തകർത്തെറിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഇത് നമ്മുടെ രാജ്യത്തെ ഭയാനകമായ ഒരു സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ നമ്മുടെ സാധാരണ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ തികച്ചും ഏവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജഡ്ജി എന്നൊരു പദം നാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി എത്തുന്നത് എല്ലാ നിയമങ്ങളും അരക്കി കലക്കി കുടിച്ച ഒരു വ്യക്തി എന്നാണ്. എന്നാൽ അങ്ങനെയാണോ സത്യം? നാം ഒരു മുനിസിപ്പൽ കോടതിയിലോ ഒരു മജിസ്ട്രേറ്റ് കോടതിയിലോ പോവുകയാണെങ്കിൽ അവിടെ വളരെ യുവാക്കളും യുവതികളുമായ ജഡ്ജിമാരുടെ മുന്നിൽ 75ഉം 80ഉം വയസ്സ് പ്രായമുള്ള വളരെയേറെ വർഷം പ്രാക്ടീസുള്ള വക്കീലന്മാർ വാദിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നാം ഹൈക്കോടതിയിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ അവസ്ഥയും വിഭിന്നം അല്ല. എന്നാൽ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി ഒരു മാസം വാങ്ങുന്ന ശമ്പളം മിനിറ്റുകൾ കൊണ്ട് സമ്പാദിക്കുന്ന പ്രഗത്ഭരായ അഭിഭാഷകർ ഉണ്ട്. അതിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്രഗത്ഭരായ നിയമജ്ഞർ ഒരിക്കലും ജഡ്ജിയാകാൻ താല്പര്യപ്പെടില്ല. അവർ അവരുടെ പ്രാക്ടീസുമായിട്ട് മുന്നോട്ട് പോകും, വളരെ അധികം ധനം സമ്പാദിക്കുകയും ചെയ്യും. എന്നാൽ അതിലും ചില അപവാദങ്ങൾ കാണാം. ചുരുക്കം ചില ആൾക്കാർ, നല്ല നിയമജ്ഞർ ജഡ്ജി ആകാറും ഉണ്ട്. നമ്മുടെ ഭരണഘടനയുടെ കാവൽക്കാരാണ് തങ്ങൾ എന്നാണ് ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർ സ്വയം അവകാശപ്പെടുന്നത്. സംഗതി ശരിയാണ്. അതായത് ഏതെങ്കിലും ഒരു നിയമവിരുദ്ധമായ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ നിയമം നിലവിൽ വരികയാണ് എങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൗലികാവകാശങ്ങൾ ഏതെങ്കിലും ഹനിക്കപ്പെടുകയാണ് എങ്കിൽ നമുക്ക് ഈ കോടതികളെ സമീപിച്ച് ജുഡീഷ്യൽ റിവ്യൂ നടത്താൻ സാധിക്കും. ഹൈക്കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 226, സുപ്രീം കോടതിയാണെങ്കിൽ അത് ആർട്ടിക്കിൾ 32. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട അംബേദ്കർ പറഞ്ഞത്, ആർട്ടിക്കിൾ 32 ഈസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ താക്കോൽ സ്ഥാനത്താണ് ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നിയമനം വളരെ സുതാര്യവും ഉത്തരവാദിത്വത്തോടു കൂടിയതും നിഷ്പക്ഷമായതും ഒന്നായിരിക്കണം. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഹൈക്കോടതികളിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് കൊളീജിയം സംവിധാനത്തിലൂടെ ആണ്. ഈ കൊളീജിയം സംവിധാനം കുറ്റമറ്റതല്ല എന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ആണ്. ഈ കൊളീജിയം സംവിധാനത്തിലൂടെയാണ് ജഡ്ജികളെ നിയമിക്കേണ്ടത് എന്ന് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? അതും ഇല്ല. ഈ നിയമവിരുദ്ധമായ രീതിയിൽ നിയമിക്കപ്പെടുന്ന ജഡ്ജിമാർ തന്നെ ഭാവി ജഡ്ജിമാരെയും അവരുടെ ഇഷ്ടപ്രകാരം നിയമിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. നാം ഹൈക്കോടതികളിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവരിൽ മിക്കവാറും എല്ലാവർക്കും തന്നെ മുൻ ജഡ്ജിമാരുമായിട്ട് ഏതെങ്കിലും രീതിക്കുള്ള ബന്ധമുണ്ട്. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മെന്റേഴ്സുമായിട്ട് ബന്ധമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉന്നത രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ബന്ധമുള്ളതായി നമുക്ക് കാണാം. അതൊരു നഗ്ന സത്യമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കൊളീജിയം സംവിധാനത്തിലൂടെയുള്ള ജഡ്ജി നിയമനം ശരിയായ രീതിയിൽ അല്ല നടക്കുന്നത് എന്നാണ്. ജുഡീഷ്യൽ ആക്ടിവിസത്തിലൂടെ എങ്ങനെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികൾ നമ്മുടെ മഹാരാജ്യത്തെ അപകടകരമായ ഒരു നിലയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ കൊളീജിയം സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ തന്നെയാണ്. പക്ഷേ അതിന് യാതൊരു വിധത്തിലും ഉള്ള പരിഹാരം കണ്ടെത്താൻ നമുക്ക് ഒരിക്കലും തന്നെ സാധിക്കുന്നതല്ല.
ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. അതായത് നമ്മുടെ ആർട്ടിക്കിൾ 121 അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജഡ്ജിമാരുടെ പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സംസാരവും നമ്മുടെ പാർലമെന്റിൽ പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 124 217 പ്രകാരമാണ് യഥാക്രമം സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരെ എങ്ങനെ നിയമിക്കണം എന്ന് പറയുന്നത്. അതിൽ ഈ കൊളീജിയം എന്നുള്ളൊരു വാക്കേ ഇല്ല, ഇപ്പോഴും ഇല്ല. ആർട്ടിക്കിൾ 124 217 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പ്രസിഡന്റാണ് ഈ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഭരണഘടനയിലെ വ്യവസ്ഥ എങ്കിൽ ഈ കൊളീജിയം ഇപ്പോൾ യൂണിലാറ്ററായിട്ട് അവർ തന്നെ ഈ അപ്പോയിന്റ്മെന്റ് നടത്തുകയാണ് എങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോടും ചോദിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു സമയം പ്രസിഡന്റ് നടത്തിക്കൊണ്ടിരുന്ന ഈ അപ്പോയിന്റ്മെന്റ്സ് ഈ സുപ്രീം കോടതി അവരിൽ നിന്നും അടിച്ചു മാറ്റിയത്? ആ ഒരു വിഷയമാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ആ ആർട്ടിക്കിളുകളിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പ്രസിഡന്റാണ് ഈ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കേണ്ടത്. അത് ഹൈക്കോടതി ജഡ്ജിയെ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രസിഡന്റ് ആ സംസ്ഥാനത്തെ ഗവർണറുമായി കൂടി ആലോചിക്കേണ്ടത് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് 5 പേർ മാത്രമുള്ള ഒരു കൊളീജിയം സംവിധാനത്തിന് ഈ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് വിപരീതമായി ജഡ്ജിമാരെ നിയമിക്കാൻ സാധിക്കുക? അപ്പോൾ നേരത്തെ ആർട്ടിക്കിൾ 124 കീഴിൽ ഒരാളെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കണം എന്നുണ്ടായിരുന്നു എങ്കിൽ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമായും സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരുമായും കൂടാതെ ഹൈക്കോടതിയിലെ വേണ്ടപ്പെട്ട ജഡ്ജിമാരുമായും ഒക്കെ കൂടിയാലോചന നടത്തിയതിനു ശേഷം ആയിരുന്നു ഈ നിയമനം നടത്തിയിരുന്നത്. അങ്ങനെ ഇവർ കൊടുക്കുന്ന ഉപദേശം പ്രസിഡന്റിൽ ബൈൻഡിങ് ആയിരുന്നില്ല. അത് പ്രസിഡന്റിന് തള്ളാനോ കൊള്ളാനോ സാധിക്കുമായിരുന്നു. എന്നാൽ സാധാരണഗതിയിൽ ഇവർ കൊടുക്കുന്ന ഉപദേശത്തിന് പ്രസിഡന്റ് വളരെ വലിയ വില തന്നെ നൽകിയിരുന്നു. മിക്കവാറും കേസുകളിൽ അവരുടെ അഭിപ്രായം തന്നെ ആയിരുന്നു പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തിരുന്നത്. ഇനി അഥവാ ഹൈക്കോടതിയിലാണ് ഒരു ജഡ്ജിയെ അപ്പോയിന്റ് ചെയ്യേണ്ടത് എന്നിരിക്കട്ടെ, ആ സമയം അദ്ദേഹം കൺസൾട്ട് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമായും ആ സംസ്ഥാനത്തെ ചീഫ് ജസ്റ്റിസുമായും കൂടാതെ ആ സംസ്ഥാനത്തെ ഗവർണറോടും കൂടി അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം ആയിരുന്നു അത്തരത്തിലുള്ള നിയമനം നടത്തിയിരുന്നത്. അത്തരത്തിലുള്ള ഉപദേശങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ പ്രസിഡന്റിൽ ബൈൻഡിങ് ആയിരുന്നില്ല. അപ്പോ നാം ആലോചിക്കുകയാണെങ്കിൽ അന്നത്തെ സംവിധാനം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന്റെ കയ്യിലായിരുന്നു കംപ്ലീറ്റ് പവർ. എക്സിക്യൂട്ടീവ് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് തന്നെ ആയിരുന്നു ഈ പ്രസിഡന്റ് നിയമനങ്ങൾ നടത്തിയിരുന്നത്. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ പോലുള്ള പ്രഗത്ഭരായ നിയമജ്ഞർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ജഡ്ജിയായി നിയമിക്കപ്പെട്ടത് അത്തരത്തിൽ ഒരു കൊളീജിയം സംവിധാനം ഇല്ലാതിരുന്ന സമയത്തായിരുന്നു. 1968 ജൂലൈ മാസം 12 അദ്ദേഹം ഹൈക്കോടതിയിൽ ജഡ്ജിയായി. തുടർന്ന് 71 മുതൽ 73 വരെ അദ്ദേഹം ലോ കമ്മീഷനിൽ മെമ്പറായിരുന്നു. തുടർന്ന് 1973 ജൂലൈ മാസം 17 അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ടു. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു കൊളീജിയം സംവിധാനം ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് കൃഷ്ണയ്യർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരു നിയമജ്ഞൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ ജഡ്ജി ആയിരുന്നത്. ഒരു ജഡ്ജി നിയമനത്തിനായി അദ്ദേഹം ആരുടെയെങ്കിലും കാല് പിടിക്കുമെന്നോ ആരുടെയെങ്കിലും സ്വാധീനം ഉപയോഗിക്കുമെന്നോ ഞാൻ ഒരിക്കലും തന്നെ കരുതുന്നില്ല. അപ്പോൾ നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 124 217 വ്യവസ്ഥ ചെയ്തിട്ടുള്ള ജഡ്ജിമാരെ സംബന്ധിച്ച നിയമനം, അവരുടെ ട്രാൻസ്ഫർ, ഈ വ്യവസ്ഥകളെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് ആ വിഷയങ്ങൾ സുപ്രീം കോടതി ഇപ്പോൾ ഏകപക്ഷീയമായി കൈകാര്യം ചെയ്ത് വരുന്നത് ഈ കൊളീജിയത്തിലൂടെ. അത് ഒരു ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഭവമാണ്. അതായത് 3 ഫേമസ് കേസുകൾ ഉണ്ടായിരുന്നു 1981, 93, 98. അതിനെ ജഡ്ജസ് കേസസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 3 കേസുകളിലും വന്ന വിധികളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഭവമാണ് കൊളീജിയം. ഈ കൊളീജിയം എന്ന് പറയുന്നത് സുപ്രീം കോടതി തന്നെ നിർമ്മിച്ചെടുത്ത ഒന്നാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ജഡ്ജിമാരെ നിയമിക്കാൻ വേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയ ഒരു ഭരണഘടനാ വിരുദ്ധമായ ഒരു സിസ്റ്റം. തുല്യ അധികാരാവകാശങ്ങൾ ഉള്ള കുറച്ച് വ്യക്തികളുടെ ഒരു കൂട്ടം എന്നാണ് ഈ കൊളീജിയം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഭരണഘടനയുടെ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്ന സുപ്രീം കോടതി തന്നെ നമ്മുടെ ഭരണഘടനയെ അട്ടിമറിച്ചതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കൊളീജിയം സംവിധാനം. അതിൽ ആദ്യത്തെ കേസ് 1981 SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന 7 ബെഞ്ചിന്റെ വിധി ആയിരുന്നു. അതിൽ 7 ബെഞ്ച് എന്താണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിക്കിൾ 124 217 പ്രസിഡന്റ് ഈ ജഡ്ജിമാരുമൊക്കെ ആയി
കൺസൾട്ട് ചെയ്യണം എന്ന് ആയിരുന്നു. അപ്പോൾ സുപ്രീം കോടതി അത് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ കൺസൾട്ട് എന്ന് പറയുന്നത് കൺകറൻസ് അല്ല, പെർമിഷൻ അല്ല. കൺസൾട്ട് ചെയ്യാം, ഉപദേശം നൽകാം. ആ ഉപദേശം പ്രസിഡന്റിനെ സംബന്ധിച്ചോളം ഫൈനൽ ആകില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ എക്സിക്യൂട്ടീവിന് തന്നെ, അതായത് സർക്കാരിന് തന്നെ ഈ ജഡ്ജി നിയമനത്തിൽ അവസാന വാക്ക് ഉണ്ടായിരുന്നു. അവർ പറയുന്നതായിരുന്നു അവസാന വാക്ക് എന്നർത്ഥം. രണ്ടാമത്തെ കേസ് 1993 അതിലെ വാദികൾ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ ആയിരുന്നു. ആ വാദം കേട്ടത് 9 അംഗ ബെഞ്ചായിരുന്നു. അവർ ഒരു പുതിയ കണ്ടെത്തൽ നടത്തി. അതായത് നേരത്തെ പറഞ്ഞ ഈ കൺസൾട്ട് എന്ന വാക്കിന്റെ അർത്ഥം കൺകറൻസ് ആണ്, പെർമിഷൻ ആണ് എന്നൊരു പുതിയ കണ്ടുപിടുത്തം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി പറഞ്ഞു, ഈ നിയമനം ഇനി മേലുള്ള എല്ലാ നിയമനങ്ങളും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും 2 സീനിയർ ജഡ്ജും അടങ്ങുന്ന ഒരു കൊളീജിയം ആയിരിക്കണം ചെയ്യേണ്ടത്, നിർവഹിക്കേണ്ടത് എന്ന് അസന്നിഗ്ധമായി 9 അംഗ ബെഞ്ച് പറഞ്ഞു. അതോടുകൂടിയാണ് ഈ കൊളീജിയം സിസ്റ്റം ജന്മം കൊണ്ടത്. അതായത് ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര സർക്കാരിനെ വരെ ഭരിക്കുന്നതിനുള്ള അവകാശം തിരഞ്ഞെടുക്കപ്പെടാത്ത 3 വ്യക്തികളുടെ കൈകളിലേക്ക് ചുരുങ്ങി എന്നർത്ഥം. തുടർന്ന് 1998 ഇപ്പോൾ ചെയ്തതുപോലെ പ്രസിഡന്റ് വന്നിട്ട് ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് നടത്തി. അതിലൊരു ചോദ്യം ഉന്നയിച്ചു, എങ്ങനെയാണ് ഈ കൊളീജിയം സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നുള്ള പ്രസിഡന്റിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി വീണ്ടും ഒരു 9 അംഗ ബെഞ്ച് ചേർന്നു. ആ കേസിൽ സുപ്രീം കോടതി എടുത്തു പറഞ്ഞത്, ഈ കൊളീജിയത്തിൽ 3 പേരല്ല 5 പേർ ഉണ്ടായിരിക്കണം എന്നും അതിന്റെ പ്രവർത്തനം എങ്ങനെ ആയിരിക്കണം എന്നും സുപ്രീം കോടതി അതിന്റെ വിധിയിലൂടെ പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നും അദ്ദേഹം മറ്റ് 4 ജഡ്ജിമാരെ കൂടി കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രമേ തീരുമാനത്തിൽ എത്താവൂ എന്നും, അഥവാ ഏതെങ്കിലും ജഡ്ജിക്ക് ഒരു ഡിസെൻഡിങ് നോട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, എതിർ അഭിപ്രായം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും അക്കാര്യം അത് എഴുതി രേഖാമൂലം വാങ്ങേണ്ടതാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഇപ്പോൾ തന്നെ നാം കണ്ടു ജസ്റ്റിസ് നാഗരത്ന അത്തരത്തിൽ ഒരു ഡിസെൻഡിങ് നോട്ട് ജസ്റ്റിസ് പഞ്ചാലിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കൊടുത്ത കാര്യം. അപ്പോൾ സുപ്രീം കോടതി ഈ കൊളീജിയം സിസ്റ്റം കൊണ്ടുവന്നു എങ്കിലും അതിനനുസരിച്ച് ഒരു ഭരണഘടന ഭേദഗതി ചെയ്യൂ എന്ന് പാർലമെന്റിനോട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. അതുകൊണ്ട് തത്വത്തിൽ നിയമനങ്ങൾ കൊളീജിയമാണ് ഇപ്പോഴും നടത്തുന്നത് എങ്കിലും നമ്മുടെ ഭരണഘടനയിൽ പണ്ട് എഴുതി വച്ചത് അതുപോലെ തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട്. അപ്പോൾ ഈ കൊളീജിയം സംവിധാനം 100% ഭരണഘടനാ വിരുദ്ധമായിരിക്കെ അതിലൂടെ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ ആർട്ടിക്കിൾ 142 കയ്യിൽ പിടിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പൗരനായ പ്രസിഡന്റിന് വരെ ഉത്തരവുകൾ നൽകി തുടങ്ങിയ കാര്യവും അടുത്ത കാലത്തായി നാം കണ്ടു. അങ്ങനെ ഇരിക്കുന്ന 2014 കേന്ദ്ര സർക്കാർ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനെ കൊണ്ടുവന്നത് അത് 99ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരുന്നു. അതായത് ഈ ജഡ്ജിമാരുടെ നിയമനം കൂടുതൽ സുതാര്യമാക്കുക, കൂടുതൽ പങ്കാളിത്തം ഉള്ളതാക്കുക, കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത് ആക്കുക, ഇതൊക്കെയായിരുന്നു അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. 6 പേരടങ്ങുന്ന ഒരു കമ്മീഷനെയാണ് ആ ആക്ട് വിഭാവന ചെയ്തത്. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, കൂടാതെ 2 സീനിയർ മോസ്റ്റ് സുപ്രീം കോടതി ജഡ്ജിമാർ, അതുപോലെ തന്നെ കേന്ദ്ര നിയമ മന്ത്രി, പിന്നെ 2 പ്രോമിനന്റ് ആയിട്ടുള്ള 2 വ്യക്തികൾ. അത് ആരാണ് നിശ്ചയിക്കുക? പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും ഒപ്പോസിഷൻ ലീഡറും ചേർന്ന ഒരു കമ്മിറ്റിയാണ് ആ 2 പേരെ നിശ്ചയിക്കുക. അതിൽ ഒരാൾ SC ST വിഭാഗത്തിൽപ്പെട്ടതോ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടതോ OBC വിഭാഗത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ വനിതയോ ആയിരിക്കണം എന്ന് നിഷ്കർഷിച്ചിരുന്നു. നല്ല ഒരു തീരുമാനമായിരുന്നു അതെന്നാണ് സാധാരണ ആർക്കും തന്നെ പറയാൻ സാധിക്കുക. അപ്പോൾ ഈ കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും കൂടാതെ അതാത് ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസിനെയും അവിടുത്തെ ജഡ്ജിമാരെയും നിയമിക്കുക, അവരുടെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് കൈകാര്യം ചെയ്യുക. എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എലിജിബിലിറ്റി, അവരുടെ എബിലിറ്റി, അതുപോലെ തന്നെ അവരുടെ മെറിറ്റ്, ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ പോലെയുള്ള ആൾക്കാർ, അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അവരെ കണ്ടെത്തി നിയമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കമ്മീഷൻ നിലനിന്നിരുന്നു എങ്കിൽ ജഡ്ജിമാരുടെ നിയമനത്തിൽ കൂടുതൽ സുതാര്യതയും അക്കൗണ്ടബിലിറ്റിയും ഒക്കെ ഉറപ്പുവരുത്താൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ ഈ ബന്ധു നിയമനം ടു സം എക്സ്റ്റെന്റ് അതിന് ഒരു തടയിടാൻ കഴിയുമായിരുന്നു. കൂടാതെ ഈ നോൺ ജുഡീഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ അതിൽ വരുന്നതോടുകൂടി നമ്മുടെ സാധാരണ ജനങ്ങളുടെ ശബ്ദവും അവിടെ കേൾക്കുമായിരുന്നു.
എന്നാൽ തുടർന്ന് എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീം കോടതി അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു ഈ ആക്ട് ഭരണഘടനാ വിരുദ്ധം ആണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചാണ് ആ കേസ് കേട്ടത്. അവർ മെയിനായിട്ട് പരിശോധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ആക്ട് ഭരണഘടനാ വിരുദ്ധം ആണോ, ഈ ആക്ട് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈനെ എതിരായിട്ട് ബാധിക്കുന്ന ഒന്നാണോ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിന് ഈ നിയമന പ്രക്രിയയിൽ കൈകടത്താനുള്ള അവസരം നൽകേണ്ടതുണ്ടോ, അതുപോലെ തന്നെ നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സിന്റെ സാന്നിധ്യം ഈ കമ്മീഷനിൽ സാധ്യമാണോ. ഈ 4 പോയിന്റ് ആയിരുന്നു സുപ്രീം കോടതി ആ കേസിൽ പരിശോധിച്ചത്. ബഹുമാനപ്പെട്ട കോടതി ആ ആക്ടിനെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. നാം നേരത്തെ കണ്ടു, ഈ കൊളീജിയം കൊണ്ടുവരാൻ വേണ്ടി എന്താണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസെപ്റ്റിന് അവർ കൊടുത്ത അർത്ഥം കൺകറൻസ് എന്ന് ആക്കി, പെർമിഷൻ ആക്കി മാറ്റി. അങ്ങനെയാണ് ഈ കൊളീജിയം കൊണ്ടുവന്നത് തന്നെ. ഇവിടെ ഈ നല്ല ഒരു ആക്ട് കൊണ്ടുവന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ്. അതിലൂടെ ഈ കൊളീജിയം സംവിധാനം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു. ആ ജഡ്ജ്മെന്റ് എഴുതിയ ജസ്റ്റിസ് ഖേർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊളീജിയം സംവിധാനം എന്ന് പറയുന്നത് ആൾക്കാർ പറയുന്നത് പോലെ അത്ര ദോഷകരമായ ഒന്നല്ല എന്നാണ്. അതായത് ദോഷം ഉണ്ടായിരുന്നു എന്ന് അർത്ഥം. എന്നാൽ ജസ്റ്റിസ് തലമേശ്വർ ഈ വിധിക്ക് എതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ ആക്ട് നിലവിൽ കൊണ്ടുവരേണ്ടതാണ്. കാരണം ഈ ഇപ്പോഴുള്ള കൊളീജിയം എന്ന് പറയുന്നത് അടിമുടി ദുരൂഹത നിറഞ്ഞ ഒന്നാണ്. ഈ ജഡ്ജി നിയമനവുമായി ബന്ധപ്പെട്ട രേഖകൾ പബ്ലിക്കിനും കിട്ടത്തില്ല, ജഡ്ജിമാർക്കും കിട്ടില്ല. എപ്പോഴെങ്കിലും ലീക്കായി ചോർച്ചയിലൂടെ അല്ലാതെ ഇതിനെ സംബന്ധിക്കുന്ന രേഖകൾ ജഡ്ജിമാർക്ക് പോലും കിട്ടാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ സുപ്രീം കോടതിയുടെ വിശ്വാസ്യതയെ തന്നെ ദോഷകരമായി ബാധിക്കും എന്നും അദ്ദേഹം പറഞ്ഞു, ദ പ്രൈമസി ഓഫ് ദ ജുഡീഷ്യറി ഡസ് നോട്ട് മീൻ ദ എക്സ്ക്ലൂസീവ്നെസ് ഓഫ് ദ ജുഡീഷ്യറി. അതായത് ഈ കമ്മീഷനിൽ ജുഡീഷ്യറിയിലുള്ള ആൾക്കാർ മാത്രം ഉണ്ടായേ നമുക്ക് പ്രാധാന്യം കിട്ടൂ എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് വെളിയിൽ നിന്നും ആൾക്കാർ ഈ കമ്മീഷനിൽ വന്നാലും ജുഡീഷ്യറിയുടെ പ്രാധാന്യം കുറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ മലയാളിയായ ജസ്റ്റിസ് കുര്യൻ ജോസഫും ഈ ചലമേശ്വർ സാറിന്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ഉണ്ടായത്. ഇതിന് അക്കൗണ്ടബിലിറ്റി ഇല്ല, ഇതിന് ക്രെഡിബിലിറ്റി ഇല്ല, അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്തൊക്കെ ആയാൽ തന്നെയും ഈ കൊളീജിയം സംവിധാനത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് അതിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് കോടതി പറയുകയുണ്ടായി. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? പല പരിഷ്കാരവും കൊണ്ടുവന്നു. ഇപ്പോഴും ആൾക്കാർ അതിനെ എങ്ങനെയാണ് സുതാര്യതയും അക്കൗണ്ടബിലിറ്റിയും കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിന്റെ അനന്തരവൻ, അദ്ദേഹത്തിന്റെ മുൻ സീനിയറിന്റെ മകൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജൂനിയർ, ഇവരെല്ലാം ജഡ്ജിമാരായി. ഇപ്പോൾ മറ്റൊരാളെ പ്രധാനമന്ത്രിയുടെ ആളാണെന്ന് പറയുന്നു. 57 ഹൈക്കോടതി ജഡ്ജിമാരെ ബൈപ്പാസ് ചെയ്തുകൊണ്ട്, അവരുടെ സീനിയോറിറ്റി ബൈപ്പാസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിച്ചു. അപ്പോൾ ഇനി ബൈപ്പാസ് ചെയ്യപ്പെട്ട 57 ജഡ്ജിമാരുടെ മനോനില എന്തായിരിക്കും? അവർ ഇനി ആത്മാർത്ഥമായിട്ട് തങ്ങളുടെ ഡ്യൂട്ടി ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അപ്പോൾ ഈ ചർച്ചകൾക്കൊക്കെ ശേഷം എന്നെങ്കിലും പാർലമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? കഴിഞ്ഞതുപോലെ വീണ്ടും സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ വീണ്ടും സുപ്രീം കോടതിയിൽ പോകും. സുപ്രീം കോടതി അതിനെ വീണ്ടും ചുരുക്കിക്കൂട്ടി ഡസ്റ്റ്ബിന്നിൽ ഇടും. ഇതാണ് കാലാകാലങ്ങളിലായിട്ട് ഇനി സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ ഈ ക്യാൻസറിന് ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഇവിടെ ജനാധിപത്യമാണോ നിലനിൽക്കുന്നത്? അതല്ല, 5 പ്രഭുക്കന്മാർ അടങ്ങുന്ന കൊളീജിയത്തിന്റെ ഭരണമാണോ നടക്കുന്നത് എന്ന്. ഇതിന് മറുപടി പറയേണ്ടത്, ഞങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഏത് സമയവും ഭരണഘടനയും പൊക്കിപ്പിടിച്ച് നടക്കുന്ന കോൺഗ്രസുകാരും, അതുപോലെ തന്നെ ഭരണഘടനയെ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കാലാകാലങ്ങളിൽ ചങ്ങല വലിക്കുന്ന CPM-കാരും ആണ്. ഇന്നിപ്പോൾ BJP ആണ് ഭരിക്കുന്നത് എന്ന് കരുതി നാളെ കോൺഗ്രസ് ഭരിച്ചുകൂടാന്നൊന്നുമില്ല. അപ്പോൾ ഇത് ആര് ഭരിച്ചാലും ആദ്യമായിട്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഭരണഘടനയെ സംരക്ഷിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കൊളീജിയം സംവിധാനത്തിന് എതിരെയാണ് നിങ്ങൾ ശബ്ദമുയർത്തേണ്ടത്. ഈ കൊളീജിയം സംവിധാനത്തിനെ മാറ്റി കൂടുതൽ ജനാധിപത്യപരവും സുതാര്യവുമായ ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ഇനി കൂട്ടായ ശ്രമം. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലുള്ള ഭീകരത, ഭയാനകത, എങ്ങനെയാണ് ഈ കൊളീജിയം നമ്മുടെ ഭരണഘടനയെ അട്ടിമറിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്ന
ജഡ്ജിമാർക്ക് ആർട്ടിക്കിൾ 142 എന്ന് പറയുന്ന ന്യൂക്ലിയർ ബോംബ് കൂടി കയ്യിൽ കൊടുത്താൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമായിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ കഴിഞ്ഞ വീഡിയോയിലെ പോലെ ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ ടു മാക്സിമം പീപ്പിൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.